friends, welcome to our channel. Did you like our channel? Please like, share and subscribe. Friends, നമ്മൾ ഇന്ന് 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 2 മലയാളം കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്. കറുത്ത പൊന്നിനും ഉണ്ടൊരു കഥ പറയാൻ. ഫ്രണ്ട്സ്, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്, അതായത് പെപ്പറിനെയാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്. കൂട്ടുകാരെ, ഞാൻ കുരുമുളക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള യൂറോപ്പിലെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ആരാണ് നമ്മളോട് കഥ പറയാൻ പോകുന്നത്? യെസ്, കുരുമുളക്. പെപ്പറാണ് നമ്മളോടൊരു സ്റ്റോറി പറയാൻ പോകുന്നത്. പെപ്പർ പറയുന്ന സ്റ്റോറി എവിടുത്തെ സ്റ്റോറിയാണ്? യൂറോപ്പിലെ, വർഷങ്ങൾക്ക് മുമ്പുള്ള യൂറോപ്പിലെ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്നു. ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുത്തെ കർഷകർ അവരുടെ ആടുമാടുകളിൽ കുറച്ചെണ്ണത്തെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചിരുന്നു. ഇവിടെ ശൈത്യകാലം എന്ന് പറയുന്നത് വിൻ്റർ സീസണാണ്, മഞ്ഞുകാലമാണ്. ആ സമയത്ത് അവരെ കുറച്ച് അവരുടെ കാറ്റൽസിനെ കുറച്ചെണ്ണത്തിൽ കൊന്നിട്ട് അതിനെ ഇറച്ചിയാക്കി സൂക്ഷിച്ചിരുന്നു. ശൈത്യകാലത്തെ മഞ്ഞുവീഴ്ച കാരണം മേച്ചിൻപുറങ്ങളിൽ പുൽനാമ്പുകൾ തളിർത്തിരുന്നില്ല. അതായത് ശൈത്യകാലത്ത് അത്ര നല്ല മഞ്ഞുവീഴ്ചയായിരുന്നു, അതുകൊണ്ട് അവിടെ ഒരു പുൽനാമ്പ് പോലും മുളച്ചിരുന്നില്ല. അത്രയ്ക്ക് നല്ല ശക്തമായി മഞ്ഞുവീഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത് തീറ്റക്കമ്മിക്ക് ഇടയാക്കി. മനുഷ്യർക്കും ഭക്ഷ്യക്ഷാമം നേരിട്ടു. അതായത് അവിടെയുള്ള ആൾക്കാർക്ക് മഞ്ഞുവീഴ്ച കാരണം അവിടെ പുല്ല് പോലും മുളയ്ക്കാത്തപ്പം കാറ്റൽസിന് ഫുഡ് കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. അതുമാത്രമല്ല, ആ സമയത്ത് മനുഷ്യനും ഫുഡ് കിട്ടാൻ പ്രയാസമായിരുന്നു. അവിടെ ഫുഡ്സൊന്നും. കാലികളെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചാണ് ഇതിന് പരിഹാരം കണ്ടത്. ഭക്ഷണം കിട്ടാതെ ആകുമ്പോൾ കാറ്റൽസൊക്കെ മരിച്ചു പോകുമല്ലോ. അതിനു മുൻപ് അവരെ കൊന്ന് ഇറച്ചിയാക്കി മനുഷ്യൻ ഭക്ഷണമായി കഴിച്ചു. ഇന്നത്തെ പോലെ വൈദ്യുതിയോ ശീതളീകരണ സംവിധാനമോ ഇല്ലാത്ത കാലഘട്ടമാണെന്ന് ഓർക്കുക. ഇന്നത്തെ പോലെ റെഫ്രിജറേറ്ററോ ഫ്രിഡ്ജോ ഒന്നുമില്ലാത്ത കാലഘട്ടമായിരുന്നുകൊണ്ട് അവരൊക്കെ ഇറച്ചി സൂക്ഷിക്കാൻ മറ്റൊരു വഴിയായിരുന്നു കണ്ടിരുന്നത്. ഇറച്ചി ദൈർഘ്യകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കുവാനും രുചി നൽകാനും അവർ എണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. എണ്ണ എന്നുദ്ദേശിക്കുന്നത് പെപ്പറിനെയാണ്. ചുരുക്കത്തിൽ ഞാൻ അവർക്ക് ആവശ്യകരമായിരുന്നു. അതായത് പെപ്പറിനെ യൂസ് ചെയ്യുമ്പോൾ മീറ്റൊന്നും കേടാകാതിരിക്കുമല്ലോ. അപ്പം അവർക്ക് പെപ്പറിനെ ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു, മീറ്റൊന്നും കേടാകാതിരിക്കാൻ. ഞാൻ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഏലം, കറുവാപ്പട്ട, ഇഞ്ചി എന്നിവ അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഞങ്ങളെ തേടി പണ്ട് മുതലേ കച്ചവടക്കാർ എത്തിയിരുന്നു. അതായത് പെപ്പറിനെ മാത്രമല്ല അവർക്ക് ഫോറിൻ രാജ്യത്തുള്ള ആൾക്കാർക്ക്, അതായത് യൂറോപ്യൻസിന് ഫേവറേറ്റ് ആയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇഞ്ചി, ഏലം, കുരുമുളക്, കറുവാപ്പട്ട അങ്ങനെയുള്ള എല്ലാം അവർക്ക് വളരെ ഫേവറേറ്റ് ആയുള്ള സ്പൈസസ് ആയിരുന്നു. കുരുമുളക് പറഞ്ഞ കഥ കേട്ടല്ലോ. ഇതിൽ നിന്ന് നിങ്ങൾ എന്തു മനസ്സിലാക്കി? നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നു. നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കുരുമുളക്, ഏലം, ഇഞ്ചി ഇവയൊക്കെയാണ് വിദേശികൾക്ക് വളരെ ആവശ്യമായുള്ളത്. ഇത്തരം വിഭവങ്ങൾ ശേഖരിക്കാൻ പുരാതന കാലം മുതൽക്കേ കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു. പുരാതന കാലം എന്ന് വെച്ചാൽ പണ്ട് കാലം മുതലേ ആൾക്കാർ ഇത്തരം സ്പൈസസ് ഒക്കെ ശേഖരിക്കാൻ നമ്മുടെ കേരളത്തിൽ അല്ലെ ഇന്ത്യയിലൊക്കെ എത്തിച്ചേർന്നു. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചത്. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കിയതോടെ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള, അതായത് കച്ചവട ബന്ധത്തിന് അത് തടസ്സമായി. അവർക്ക് കച്ചവടം തുടർന്നു പോകാൻ പറ്റിയില്ല. ഈ സാഹചര്യത്തിലാണ് അവർ ഇന്ത്യയിലേക്ക് വരാൻ ഒരു കടൽ മാർഗം സ്വീകരിച്ചത്, അത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങിയത്. ഇക്കാര്യം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. സമുദ്രത്തിലൂടെ
ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി. പോർച്ചുഗലിൽ നിന്നും കോഴിക്കോട്ടേക്ക് 1498 മെയ് മാസത്തിലെ ഒരു പ്രഭാതം. കോഴിക്കോടിന് സമീപം കാപ്പാട് തീരത്ത് 3 വലിയ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടു. അതായത് കോഴിക്കോടുള്ള കാപ്പാട് കടപ്പുറത്ത് ഒരു 3 ഷിപ്പുകൾ എത്തി എന്നാണ് മെയ് മാസം 1498 ഒരു രാവിലെ. വ്യത്യസ്തമായ വേഷവും ഭാഷയുമുള്ള കുറച്ചു പേരായിരുന്നു കപ്പലിൽ. അതായത് വ്യത്യസ്തമായ ഭാഷയും വേഷവും എന്ന് വെച്ചാൽ അവിടെ കോഴിക്കോടുള്ള ആൾക്കാരെ കവിഞ്ഞും അവരെ വെച്ച് നോക്കുമ്പോൾ ഇവർ വളരെ വ്യത്യസ്തമായിരുന്നു, ഭാഷ കൊണ്ടും വേഷം കൊണ്ടും ഒക്കെ. പോർച്ചുഗലിൽ നിന്നും കച്ചവടത്തിനായി എത്തിയ വാസ്കോഡ ഗാമയും സംഘവും ആയിരുന്നു അത്. ആ കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോഡ ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല. അതിനാൽ അദ്ദേഹം കണ്ണൂരിലെത്തി. അതായത് കോഴിക്കോടിലെ വാസ്കോഡ ഗാമ വന്നപ്പോൾ അവിടുത്തെ രാജാവായിരുന്ന സാമൂതിരി വാസ്കോഡ ഗാമയ്ക്ക് ട്രേഡ് ഫെസിലിറ്റീസ് ഒന്നും ഒരുക്കി കൊടുത്തില്ല. അപ്പം വാസ്കോഡ ഗാമ കണ്ണൂർക്ക് പോയി. അപ്പം അവിടെ എന്തെങ്കിലും ഫെസിലിറ്റീസ് കിട്ടും എന്ന ഒരു പ്രതീക്ഷയിലാണ് വാസ്കോഡ ഗാമ കണ്ണൂരിൽ പോയത്. അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചു പോയി. അപ്പം അവിടെ വാസ്കോഡ ഗാമയ്ക്ക് ട്രേഡിംഗ് ഫെസിലിറ്റീസൊക്കെ അവിടുത്തെ രാജാക്കന്മാർ ഒരുക്കി കൊടുത്തു. അതുകൊണ്ട് വാസ്കോഡ ഗാമയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായി തിരിച്ച് പോർച്ചുഗലിലേക്ക് പോയി. വാസ്കോഡ ഗാമയെ തുടർന്ന് അൽമേഡ, അൽബുക്കർ തുടങ്ങിയ പോർച്ചുഗീസുകാർ വാണിജ്യത്തിനായി ഇവിടെ എത്തി. അതായത് വാസ്കോഡ ഗാമ വന്നതിന് ശേഷം വന്നതാണ് അൽമേഡയും അൽബുക്കറും. ഇവർ രണ്ടുപേരും പോർച്ചുഗീസുകാർ തന്നെയാണ്. ഇവർ ഇന്ത്യയിൽ വന്നത് വാണിജ്യത്തിനായിട്ടാണ്. ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അതായത് ഗോവ, ദാമൻ, ദിയുവിലാണ് പോർച്ചുഗീസുകാർ ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തിയിരുന്നത്. അതുകൊണ്ട് അവരുടെ മെയിൻ ട്രേഡ് സെൻറ്റേഴ്സ് ഗോവ, ദാമൻ, ദിയു എന്നീ 3 സ്ഥലങ്ങളാണ്. ഈ 3 സ്ഥലങ്ങളും ഇന്ത്യയിലുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് ഈ പോർച്ചുഗീസുകാരാണ്. ഇവരെ പറങ്കികൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. സ്ക്രീനിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുക്കാം. ഈ സാധനങ്ങളൊക്കെയാണ് ബ്രിട്ടീഷുകാർ അതല്ലെങ്കിൽ പറങ്കികൾ പോർച്ചുഗലിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ചവിട്ടുനാടകം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമാണ്. അതായത് ചവിട്ടുനാടകം നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ അവർക്ക് ഒരുപാട് മെയിൻ ട്രേഡ് സെൻറ്റേഴ്സ് സ്ഥാപിക്കാൻ പറ്റിയില്ല. അതിൻ്റെ കാരണമാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികമായ ശേഷിയും അവർക്കുണ്ടായിരുന്നില്ല. മറ്റ് യൂറോപ്യൻ ശക്തികളുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള മിലിറ്ററി ഫോഴ്സ് അവർക്ക് ഇല്ലായിരുന്നു. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. അതായത് അവർക്ക് ഇന്ത്യൻ നേവിയുടെ അടുത്തു നിന്നും റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതായത് ചെറുത്തുനിൽപ്പുണ്ടായിരുന്നു.
ഈ രണ്ടു കാരണങ്ങൾ കൊണ്ടാണ് പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ ഒരുപാട് ട്രേഡ് സെന്റർ സ്ഥാപിക്കാൻ കഴിയാഞ്ഞത്.